നമസ്കാരം. പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. പൃഥ്വിരാജുമായി ഊഷ്മളമായ സൗഹൃദം സൂക്ഷിക്കുന്ന നടന്മാരിൽ ഒരാളാണ് ബോളിവുഡ് താരം അക്ഷയ് കുമാർ. ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്ന ചിത്രത്തിൽ പൃഥ്വിയുടെ സഹനടൻ കൂടിയാണ് അക്ഷയ് കുമാർ. പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പ്രൊജക്റ്റുകളിലൊന്നായ ആടുജീവിതത്തിൽ പൃഥ്വിയെ അഭിനന്ദിച്ചുകൊണ്ട് അക്ഷയ് കുമാർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ആടുജീവിതത്തിനായി പൃഥ്വിരാജ് സമർപ്പിച്ച നീണ്ട വർഷങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അക്ഷയ് കുമാർ പോലും നിശബ്ദനായി. ചൊവ്വാഴ്ച മുംബൈയിൽ നടന്ന ബഡേ മിയാൻ ചോട്ടെ മിയാൻ ട്രെയിലർ ലോഞ്ചിനിടെയാണ് അക്ഷയ് പൃഥ്വിരാജിനോടുള്ള അതിരറ്റ ആരാധന പ്രകടിപ്പിച്ചത്. പൃഥ്വി തന്നെക്കാൾ മികച്ച നടനാണെന്നും അക്ഷയ് പറഞ്ഞു. സിനിമയിൽ ഞങ്ങളെക്കാൾ കൂടുതൽ ഡയലോഗുകൾ അദ്ദേഹത്തിനുണ്ട്. എന്നാൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നത് വളരെ രസകരമായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ അഭിനയത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത്. ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ സിനിമകൾ അഭിനയിച്ചതിനാൽ ഞാൻ മികച്ചവനാണെന്ന് അർത്ഥമാക്കുന്നില്ല. നിങ്ങളൊരു മികച്ച നടനാണെന്ന് അക്ഷയ് പറഞ്ഞു. ആടുജീവിതത്തെക്കുറിച്ചും അക്ഷയ് കുമാർ വാചാലനായി. ആടുജീവിതത്തിൻ്റെ ട്രെയിലർ തന്നെ അമ്പരപ്പിച്ചുവെന്നും അക്ഷയ് കൂട്ടിച്ചേർത്തു. അദ്ദേഹം എന്നെ ട്രെയിലർ കാണിച്ചു. സാധാരണയായി ഞാൻ സിനിമാ പ്രദർശനങ്ങൾക്ക് പോകാറില്ല. പക്ഷേ എന്നെ സ്ക്രീനിങ്ങിന് വിളിക്കാൻ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. വളരെ രസകരമായി തോന്നുന്നതിനാൽ ഞാൻ അതിനായി പോകും. നിങ്ങളെല്ലാവരും ഇത് കാണണം. നിങ്ങൾ 2-3 വർഷമായി ഈ സിനിമയിൽ പ്രവർത്തിക്കുകയാണല്ലേ എന്ന് അക്ഷയ് ചോദിച്ചപ്പോൾ 16 വർഷമായി എന്ന് പൃഥ്വി തിരുത്തി. പൃഥ്വിയുടെ മറുപടി അക്ഷയിനെ അമ്പരപ്പിക്കുകയും നിശബ്ദനാക്കുകയും ചെയ്തു. 16 വർഷമായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ മനുഷ്യൻ 16 വർഷമായി ഈ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന്. അവിശ്വസനീയം. ഇവിടെ ഞങ്ങൾക്ക് 16 മാസത്തേക്ക് ഒരു സിനിമയിൽ പോലും പ്രവർത്തിക്കാൻ കഴിയില്ല. ഹാറ്റ്സ് ഓഫ്. അത്ഭുതത്തോടെ അക്ഷയ് കൂട്ടിച്ചേർത്തു. ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും ആദ്യ ദിവസം തന്നെ താൻ ആടുജീവിതം കാണാൻ ശ്രമിക്കുമെന്നും അക്ഷയ് കുമാർ കൂട്ടിച്ചേർത്തു. 2008-2009 കാലഘട്ടത്തിലാണ് ബെന്യാമിൻ്റെ ബെസ്റ്റ് സെല്ലർ നോവലായ ആടുജീവിതം സിനിമയാക്കാൻ സംവിധായകൻ ബ്ലസ്സി തീരുമാനിച്ചത്. താമസിയാതെ പൃഥ്വിരാജ് ഈ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്തു. എന്നിരുന്നാലും തിരക്കഥയുടെ ജോലികൾ ആരംഭിക്കാൻ ബ്ലസ്സിക്ക് 6 വർഷം കൂടി വേണ്ടിവന്നു. 6 വർഷം മുമ്പ് ചിത്രീകരണം ആരംഭിച്ചെങ്കിലും കോവിഡ് മഹാമാരിയും തുടർന്നുള്ള ലോക്ക്ഡൗണുകളും കാരണം ആടുജീവിതം നീണ്ടുപോവുകയായിരുന്നു. 16 വർഷം മുമ്പ് ബ്ലസ്സിയും പൃഥ്വിയും കണ്ട ആ സ്വപ്നം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ആവേശത്തിലാണ് മലയാള സിനിമാ ലോകവും പ്രേക്ഷകരും. Today because the producers believed in the vision that the director told them. Thank you. I'm deeply obliged. Thank you, Prithvi. Thank you so much. And I hope you guys have fun watching the film because we had a lot of fun making it. Thank you. And now I call my heroine of this film, but before that, I'll call my director. Ali Saab. I would want to ask you, what has been your key takeaway after working with an actor like him? Oh, for me? About Prithvi? Yeah, because he called you inspirational. Lots What's of your things. takeaway? Lots of things. I don't know if you guys know कि इनकी एक और फिल्म आ रही है, मलयालम फिल्म. What is the name? The Good Life.